പാഠം 919. മോഷണം പലവിധം. കത്തിക്കുത്ത് കേസിലെ പിടികിട്ടാപ്പുള്ളി ഒളിവിൽ. കഴിഞ്ഞ ദിവസം പരസ്യമായി റോഡിൽ വെച്ച് ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ തേടി പോലീസ് വലയുന്നു. നാട് മുഴുവൻ അരിച്ചുപറക്കിട്ടും പ്രതിയെ പിടികൂടാൻ പറ്റാത്ത പോലീസിനെ പരിഹസിച്ച് ജനങ്ങൾ. കഷ്ടം. ഒരു കത്തിക്കുത്ത് കേസിലെ പ്രതിയെ പിടിക്കാൻ പോലും കഴിയാത്ത പോലീസ്. ഇവർക്കും എന്താ ജോലി? പ്രതിയെ പിടിക്കാന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ ഈ നാട്ടിൽ എന്തുമാത്രം സ്ഥലമുണ്ട്. കുറച്ച് ബുദ്ധിയുള്ള ഒരാൾ ഒളിവ് പോയാലേ പിടിക്കാൻ പോലീസെ കുറച്ച് പാടുപെടും. ഭാമേ, ഇതൊക്കെ വെറുതെ പറയുന്ന. ഞാനോ നീയോ വിചാരിച്ചാൽ അയാളെ പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പോലീസുകാർ അങ്ങനെയാണോ? അവരുടെ ജോലി അതല്ലേ. പറയാനെല്ലാം എളുപ്പം മോനിട്ടാ. ഇപ്പൊ നമ്മുടെ തെക്കേപ്പറമ്പിലെ ഭാസ്കരന്റെ കാര്യം തന്നെ എടുക്കാം. അയാൾക്കെതിരെ ശങ്കരൻകുട്ടി ചേട്ടൻ കേസ് കൊടുത്തിട്ട് ദിവസം ഇത് എത്രയായെന്നാണ്. ഭാസ്കരനെ കണ്ടുപിടിക്കാൻ എന്നിട്ട് പോലീസിനെ കഴിഞ്ഞു. അതൊരു നിസ്സാര കേസല്ലേ. അത് മാത്രമല്ല, ആ കേസിൽ ന്യായം ഭാസ്കരന്റെ ഭാഗത്ത് തന്നെയാ. ശങ്കരൻകുട്ടി ചേട്ടൻ അന്യായ പലിശയ്ക്ക് കാശ് കടം കൊടുക്കുന്ന ആളാ. ഭാസ്കരൻ ശങ്കരൻകുട്ടി ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി എന്നുള്ളത് നേരെ. പക്ഷേ പലപ്പോഴായി മുതലും ഇരട്ടിയും ഭാസ്കരൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ശങ്കരൻകുട്ടി ചേട്ടന്റെ പലിശയ്ക്കൊപ്പം ആവുന്നില്ല. ഇനിയും കാശ് കൊടുക്കാൻ വയ്യ എന്ന് ഭാസ്കരൻ പറഞ്ഞപ്പോഴാണ് ശങ്കരൻകുട്ടി ചേട്ടൻ കൊണ്ട് കേസ് കൊടുത്തത്. കേസ് എന്തായാലും കേസല്ലേ മോനട്ടാ. ശങ്കരൻകുട്ടി ചേട്ടനാണ് ഈ പോലീസിലൊക്കെ നല്ല സ്വാധീനമാണ്. അപ്പൊ പിന്നെ ഭാസ്കരൻ എന്തായാലും പോലീസ് പിടിക്കും, അത് ഉറപ്പാ. ഭാസ്കരനെ പോലീസ് പിടിക്കാതിരിക്കാൻ മുൻകൂർ ജാമ്യത്തിന് ഭാസ്കരന്റെ വക്കീൽ ഹർജി കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുൻകൂർ ജാമ്യം കിട്ടുന്നവരെ പോലീസിന്റെ പിടിയിൽ പെടാതിരിക്കാൻ ഭാസ്കരൻ കുറച്ച് പാടുപെടും. ഞാൻ ഗംഗാധരൻ സാറിന്റെ വീട്ടിൽ വെച്ച് പല പ്രാവശ്യം ഭാസ്കരനെ കണ്ടിട്ടുണ്ട്. ഭാസ്കരൻ ഒരു പാവ. അങ്ങനെ ഒരാളെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാൻ നോക്കുന്ന ശങ്കരൻകുട്ടി ചേട്ടനെയാ ആദ്യം മര്യാദ പഠിപ്പിക്കേണ്ടത്. ഗംഗാര സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. എന്താ? സാറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴത്തില് ഒരു പടല ബാക്കി ഉണ്ടായിരുന്നില്ലേ? അതവിടെ പോയി. ഒരു പടലപ്പഴോ? തീർന്നില്ലേ? തീർന്നായിരുന്നോ? അയ്യോ, ഞാൻ കരുതി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നെന്നാ. ഇന്നലെ രാത്രി നോക്കി ഒരു പഴമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതാകെ പടം കുറച്ച് പടലേ ഉണ്ടായിരുന്നുള്ളൂ. കൊണ്ടുവന്നിട്ട് 4-5 ദിവസമായില്ലേ? അതിനെ തീരായിരിക്കും. എങ്കി എനിക്ക് തെറ്റിദ്ധരിക്കും. എന്തായാലും നല്ല രുചിയുള്ള പഴമായിരുന്നു. ഈ അടുത്ത കാലത്ത് അത്രയും മധുരമുള്ള ഒരു പഴം കഴിച്ചിട്ടേ ഇല്ല. അതാണ് രാസവളവും കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ കൃഷി ചെയ്താലുണ്ടാവുന്ന ഗുണം. നിന്നെ പോലുള്ള വിഡ്ഢികളെ അത് മനസ്സിലാക്കി തരാനാണ് ഗംഗാധരൻ സാറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ആ പഴം കൊണ്ടുവന്നത്. ഈ പറമ്പിലും അതുപോലെ കൃഷി ചെയ്താ അങ്ങനെയുള്ള പഴം കിട്ടും. വീട്ടു ജോലി കഴിഞ്ഞ് വേറൊരു പണിക്ക് ഇവിടെ സമയം കിട്ടണില്ല. ഇനി അതിന്റെ കൂടെ കൃഷിയും കൂടെ നടത്താൻ തന്നെ കുറം കൂടി ഇവിടെ ബാക്കിയുള്ളൂ. തന്നെ ചെയ്തിട്ടെങ്കില് വലിയ ഡയലോഗ് പറയാൻ വലിയ മിടുക്ക. ശിശുപാലൻ ചേട്ടാ, ഫോൺ വീട്ടിൽ നിന്നാ. ഹലോ, എന്താടി കഴിഞ്ഞോ? എല്ലാം ശരിക്കും ചെയ്തിട്ടുണ്ടോ? ഞാൻ വൈകിട്ട് വരുമ്പോ പറഞ്ഞ ജോലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തില്ലെങ്കിൽ വിവരം അറിയെന്ന് പറഞ്ഞുതരാം കുമാരനോട്. ശരി. പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, ആ കുമാരനെ ഏൽപ്പിച്ചത്. അവൻ ഭൂലോകം മടിയനാ. നമ്മള് കൂടെ വന്നില്ലെങ്കിൽ പറ്റിക്കൊന്നേ. എന്താ ശിശുപാലൻ ചേട്ടാ പറമ്പിൽ ഇതിന് മാത്രം പണി? വലിയ കാര്യമൊന്നുമില്ല, ആകെ 2 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ. വാഴയുടെ ചുവട്ടിൽ നന്നായിട്ടൊന്ന് പുല്ലൊക്കെ ചെത്തി കുറച്ച് വളമിടണം. പിന്നെ പുഴുക്കളുടെ ശല്യം ശരിക്കും ഉണ്ട്. കീടനാശിനി ശരിക്കും പ്രയോഗിച്ചാലേ രക്ഷയുള്ളൂ. ശിശുപാല, വാഴയിലുണ്ടാവുന്ന പഴങ്ങളൊക്കെ ശിശുപാലൻ വിൽക്കുകയാണോ? അങ്ങനെ വിൽക്കാൻ മാത്രം ഒന്നുമില്ല സാർ. 7-8 വാഴയേ ഉള്ളൂ, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രം. എന്നിട്ടാണോ അതിൽ കീടനാശിനി തളിക്കാൻ പറയുന്നത്?
കീടനാശിനിയും രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ആ വാഴയിലുണ്ടാകുന്ന പഴങ്ങളൊക്കെ വിഷമയമായിരിക്കില്ലേ? അത് കഴിച്ച് ശിശുപാലന്റെ വീട്ടിലുള്ളവർ രോഗികളാവില്ലേ? പിന്നെ എന്ത് ചെയ്യും സാർ? ജൈവവളവും ജൈവ കീടനാശിനികളും ഉപയോഗിക്കണം. അത് മാത്രമേ ഉപയോഗിക്കാവൂ. വലിയ വിലയാവും സാറേ അതിന്. ഗംഗാധരൻ സാറിന്റെ പറമ്പിൽ ജൈവവളം മാത്രമേ ഉപയോഗിക്കൂ. ആ പറമ്പിലെ വാഴയിലുണ്ടാകുന്ന പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഓ, എന്താ രുചി! എന്റെ ജീവിതത്തിൽ ഇത്രയും രുചിയുള്ള ഒരു പഴം ഞാൻ കഴിച്ചിട്ടേയില്ല. ജൈവവളം ഉപയോഗിച്ച രുചി കൂടുമോ സാറേ? എന്താ സംശയം? ഗംഗാധരൻ സാർ കൊണ്ടുവന്ന 1 കിലോ വാഴപ്പഴം എന്റെ വീട്ടിലുണ്ട്. അതിൽ നിന്നും 1 പടലപ്പഴം നാളെ ഞാൻ നിങ്ങൾക്കിവിടെ കൊണ്ടുവരും. കഴിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. സാറ് കൊണ്ടുവരോ? നേരാണോ സാറേ? മോഹനേഷ് സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. നാളെ 1 പടലപ്പഴം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തന്നിരിക്കും. സാധാരണ പഴമല്ല, അസാമാന്യ രുചിയുള്ള നല്ല 1-ാം തരം വാഴപ്പഴം. പഴം ഞാൻ ഒളിപ്പിച്ചു വെച്ചാൽ നമുക്ക് മനസ്സിലായിട്ടില്ല. ഭാഗ്യം. ഞാൻ എടുത്തു മാറ്റി അവൾ അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാ. എവിടെ? ഞാനിതിനകത്തല്ലേ വെച്ചത്? എന്റെ ഈശ്വര! അയ്യോ, ഓഹോ, അപ്പൊ പഴം അടിച്ചു മാറ്റിയിട്ട് നാടകം കളിച്ചാള്. ആഹാ, അവിടെ ഇരുന്ന വാഴപ്പഴം എന്ത് ചെയ്തു? ഏത് പഴം? ഗംഗാധരൻ സാറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ 1 പടലപ്പഴം ബാക്കി ഉണ്ടായിരുന്നു. അതെവിടെ? ബാക്കിയിലായിരുന്നല്ലേ മോഹനോട് പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞു നേരാ, പക്ഷെ പഴം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് മോനട്ടാ? ഞാൻ നോക്കിയപ്പോ പഴം കണ്ടില്ല. അപ്പൊ ഞാനത് മോഹനോടോട് ചോദിച്ചു. അപ്പൊ മോഹനേടൻ പറഞ്ഞു അത് തീർന്നു പോയിന്ന്. അപ്പൊ ഞാൻ കരുതി പഴം തീർന്നിട്ടുണ്ടാവുന്ന്. നിന്റെ അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. ഒരു അത്യാവശ്യത്തിന്റെ പേരിൽ ഞാൻ ആ പഴം അവിടെ നിന്ന് മാറ്റി വെച്ച, പക്ഷെ നീ അത് കണ്ടുപിടിച്ചു കളഞ്ഞു. അതെവിടെയുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. നീ കാണാതെ അത് എവിടെയും പോകില്ല. എനിക്കാണെങ്കിൽ അതുകൊണ്ട് ആവശ്യമുണ്ട്. എവിടെയാണെന്ന് പറ. എന്താണ് മോഹനന്റെ ആവശ്യം? ശിശുപാലൻ സ്വന്തം പുരയിടത്തിലെ വാഴയ്ക്ക് കീടനാശിനി തളിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ കീടനാശിനി പ്രയോഗിക്കാത്ത വാഴപ്പഴത്തിന്റെ രുചി എന്താണ് എന്ന് ശിശുപാലന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ഞാൻ ആ വാഴപ്പഴം എടുത്ത് മാറ്റി വെച്ചത്. ശിശുപാലന് കൊടുക്കാനായിരുന്നോ? അതോ സ്വയംപ്രഭയ്ക്കും കാഞ്ചനയ്ക്കും കൊടുക്കാനോ? മോഹനാള് കൊള്ളാട്ടോ. ആഫീസിൽ ആ പെണ്ണുങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് സ്വന്തം ഭാര്യ അറിയാതെ സ്വന്തം വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. എന്താണ്? എനിക്ക് അറിഞ്ഞൂടാ. വാനം പോവല്ലോ. നമസ്കാരം. നമസ്കാരം. വക്കീല് രാവിലെ എന്റെ അടുത്ത് വരാൻ പറഞ്ഞു. എന്തിന്? കാര്യം എന്ത്? ഉത്തമന് ഒരു അടിപൊളി സർപ്രൈസ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് വിളിച്ചു വരുത്തിയത്. എന്താണ് സർപ്രൈസ്? പറ. മിനിങ്ങാന്ന് ഉത്തമൻ പുഷ്കരന്റെ ബേക്കറിന്ന് ലഡു വാങ്ങിച്ചിട്ട് വന്ന് ഓർമ്മയുണ്ടോ? അന്ന് ഉത്തമൻ പറഞ്ഞു അത്രയും രുചിയുള്ള ലഡു നമ്മുടെ നാട്ടിൽ വേറെ എവിടെയും കിട്ടൂലെന്ന്. ശരിയല്ലേ? ഞാൻ പറഞ്ഞ വാസ്തവല്ലേ വക്കീലെ? വക്കീൽ അതിൽ നിന്ന് കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞല്ലോ. നല്ലതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതിലും നല്ല ലഡു ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ടൗണിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ ഉത്തമൻ തർക്കിച്ചു. അത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ടൗണിലുള്ള മിക്കവാറും ബേക്കറിയിൽ നിന്നൊക്കെ ഞാൻ ലഡു കഴിച്ചിട്ടുണ്ട്. പുഷ്കരന്റെ ബേക്കറിയിലെ ലഡുവിന്റെ രുചി അതിലൊന്നിലും കാണൂല.
നമുക്ക് തർക്കം വേണ്ട. ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്നും ഞാൻ ലഡു വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഉത്തമൻ അതൊന്ന് കഴിച്ചു നോക്ക്. ഉത്തമൻ അത് ഇഷ്ടപ്പെടുമെന്നറിയാവുന്നുള്ളത് കൊണ്ട് 1 ഡസൻ ലഡുവാണ് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത്. ബാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മയ്ക്കും അനിയത്തിമാർക്കും കൊടുത്തോളൂ. വക്കീൽ ആള് കൊള്ളാലോ. രാവിലെ വക്കീൽ വിളിച്ചപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനിതാ വരുന്നു. ഞാൻ ഇവിടെ ഇരിക്കാം. ഇതിലിടുന്ന ലഡു അവിടെ. ഇപ്പൊ വില്ലേജ് ഓഫീസർ രണ്ടും കൽപ്പിച്ചാണ്. എങ്കിൽ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഞാൻ വാങ്ങിച്ച ലഡുവോടെ ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ. ഉത്തമന് കൊടുക്കാനായി ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന 1 ഡസൻ ലഡുവാണ് ഇവിടെ കാണാതെ പോയിരിക്കുന്നത്. സത്യം പറ, ലഡുവോടെ? ഞാൻ ലഡു കഴിക്കാറില്ല. മോഹനേട്ടൻ ലഡു കഴിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ വാങ്ങിച്ചു വെച്ച ലഡു എവിടെ എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല. മോഹനേട്ടൻ അറിയാതെ അത് എവിടെയും പോവില്ല. മോഹനേട്ടാ, ഉത്തമം പുറത്ത് നിൽക്കുക. മരിക ലഡു എടുത്തതാ. ഞാൻ മാറ്റിവെച്ച പഴം എവിടെ? ഞാൻ ചോദിച്ച സമാധാനം ആദ്യം പറ. അങ്ങനെ നിന്റെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയാൻ നീ ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തണം. ഹാമേ, നിന്റെ അടവെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ പഴം തിന്നു തീർത്തതിന്റെ പേരിൽ ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് പേടിച്ച് നീ ഒരു കഥയും ഉണ്ടാക്കി, അങ്ങനല്ലേ? വക്കീലേ, മോഹനേട്ടാ ഉത്തമനോട് കാത്തിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ എന്തോ ചോദിക്കില്ലേ? ലഡു അവിടെ ഇല്ല ഉത്തമ. അയ്യോ എവിടെ പോയി? എവിടെ പോവാൻ? നമസ്കാരം സാർ. അത് ലഡുക്കളാൻ തിന്നിട്ടുണ്ടാവും. അല്ലാതെ പിന്നെ പറയും എന്തു വല്ല വർത്താനോട് പറയുന്നത് അറിയാമോ? ലഡു, ജിലേബി മുതലായ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാനത് കഴിക്കില്ല. എന്നിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ച അത്ര ലഡു എടുത്ത് തിന്നിരിക്കുന്നു. ഇവൾക്ക് വട്ടാണ്. ഞാൻ മാറ്റിവെച്ചിരുന്ന ഒരു പടല പഴം ഒറ്റ ഇരുപ്പിന് തിന്നു തീർത്തിട്ട് അതിന്റെ നാണക്കേട് മാറ്റാൻ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഇങ്ങനെയുണ്ട് ഉത്തമ ഒരു ആർത്തി. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നുണ്ട്. ഉത്തമൻ ലഡു ഞാൻ നാളെ വാങ്ങിത്തരാം. പക്ഷേ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ അത് വാങ്ങിച്ചോണ്ട് പൊക്കോളാം. വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ലഡുക്കളത് അടിച്ചു വരി തിന്നൂല്ലോ. ലഡുക്കള്ളല്ലോ. സത്യത്തിൽ വക്കീലത് ആരെ സാറേ ഉദ്ദേശിച്ചത്? അവളുടെ അതറിഞ്ഞാലേ പോവോ? അതറിഞ്ഞില്ലെങ്കിൽ ഞാൻ ശരി. ലഡുക്കളായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ പറ്റി ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ നീ ഇനി വിവരം അറിയും. ഞാൻ ഒരനാവശ്യം പറഞ്ഞിട്ടില്ല. നീ എന്നെ ലഡുക്കളാണെന്ന് വിളിച്ചില്ലേ? അത് സത്യമല്ലേ? നീ വാങ്ങി വെച്ച ലഡു എടുത്ത് കഴിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ ഞാൻ മാറ്റി വെച്ച പഴം നീ എടുത്ത് കഴിച്ചു. മോഹനേട്ടൻ ഒളിപ്പിച്ചു വെച്ച പഴം കാണാത്തതിന്റെ പേരിൽ ഞാൻ വാങ്ങിച്ചു വെച്ച ലഡു അടിച്ചു മാറ്റി എന്നെ തോപ്പിക്കാമെന്ന ഒരു ധാരണ മോഹനേട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. നാളെയും ഞാൻ ലഡു വാങ്ങും. അപ്പൊ മോഹനേട്ടൻ എന്ത് ചെയ്യും? ലഡു അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ശിശുപാലനോട് ഞാൻ വാക്ക് പറഞ്ഞു പോയല്ലോ ഇന്നും പഴം മാറ്റിയല്ലോ എന്ന്. പഴമില്ല, ഞാൻ അവിടെ ചെല്ലും അവരെന്താ കരുതുക? ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ വെറുതെ ആണെന്ന് ഇവരെ കരുതില്ലേ? അത് അവർക്കൊരു പുതിയ സംഭവം ഒന്നും ആയിരിക്കില്ലല്ലോ. മോഹനേട്ടൻ അങ്ങനെ എന്തെല്ലാം സിദ്ധാന്തങ്ങൾ ഓരോ ദിവസം പറയുന്നു. അതുപോലെ നടക്കുന്ന കാര്യമാണോ? എന്റെ ഊഹ ശരിയാണെങ്കിൽ അവരത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ ഭൂലോക വിശക്കനായ മോഹനേട്ടൻ അവർക്ക് പഴം കൊണ്ടേ കൊടുക്കുമെന്ന് അവര് പ്രതീക്ഷിച്ചിരിക്കാൻ പോവാണ്. ഞാൻ രാവിലെ കാപ്പുടിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മോനേഷ് സാറ് പഴം കൊണ്ട് വരുമല്ലോ, അതുകൊണ്ട് പുട്ട് മാത്രം പൊതിഞ്ഞുകൊണ്ട് വന്നിരിക്കുക. സാർ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ പ്രഭേ? ഒരു വിഷാംശം ചേരാത്ത പഴമൊക്കെ ഇക്കാലത്ത് വാങ്ങാൻ കിട്ടൂ? പിന്നെ അല്ലാതെ. ഗംഗാര സാറിന്റെ പറമ്പിൽ രാസവളവും കീടനാശിനിയും ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അതുകൊണ്ട് പഴത്തിന്റെ രുചി കൂടൂ. ആ കൂടുവെന്നല്ലേ സാറ് പറയുന്നത്. എന്തായാലും സാറ് പഴം കൊണ്ട് വരുമല്ലോ, കഴിച്ചു നോക്കുമ്പോ സത്യം അറിയാം. ഇനി ഇപ്പൊ രുചി കൂടിയില്ലേലും വേണ്ടില്ല. മോനേഷ് സാറ് കൊണ്ടുവന്ന് ഒരു ആഹാര സാധനം കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ജീവിതത്തിൽ ഇന്നേ വരെ കാശ് മുടക്കി ഒരു സാധനം വേറൊരാൾക്ക് വാങ്ങിക്കൊടുക്കാത്ത ആളാ.
ഇതും കാശ് മുടക്കിയൊന്നും അല്ലല്ലോ. ഗംഗാധര സാറ് സ്നേഹം കൊണ്ട് ഒരു കൊല പഴം കൊടുത്തു. ആ. അതിൽ നിന്നും ഒരു പടല പഴം കൊണ്ടുവരുന്നു, അത്രയല്ലേ ഉള്ളൂ. ആ. കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നല്ലതെന്നെ പറയാവൂ കേട്ടോ കാഞ്ഞന സാറേ. ഇന്ന് നല്ലത് പറഞ്ഞ ഇനി സാർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും. കൊള്ളില്ല എന്ന് പറഞ്ഞാലേ ഈ ജന്മത്തെ സാർ ഒരു സാധനം കൊണ്ടുവരും. അത് ശരിയാ. നമസ്കാരം സാർ. നമസ്കാരം. സത്യം പറഞ്ഞാ ഞങ്ങള് സാറ് വരുന്നേം കാത്തിരിക്കായിരുന്നു. ഞാനാണെങ്കിൽ രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ വന്നത്. ഭക്ഷണം കഴിക്കാതെ വരാൻ ഞാൻ പറഞ്ഞോ? ഇല്ല. സർ, പ്രഭ പുട്ടുപുഴുങ്ങി പൊതി കെട്ടി വന്നിരിക്കുക. സാറ് കൊണ്ടുവരുന്ന പഴവും കൂട്ടി കഴിക്കാൻ. ഈശ്വരാ, സാറ് പഴം കൊണ്ടുവന്നോ? സത്യം പറയാലോ സാർ, ഇത് കാണുന്നവരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു സാറ് പഴം കൊണ്ടുവരുമോ എന്ന്. ഇപ്പൊ ആ സംശയം മാറിയല്ലോ. മാറി. കഴിച്ചു നോക്കൂ. ശിശുപാൽ ചേട്ടാ, സാറിന് വേണ്ട? കഴിച്ചോ. ആഹാ, എങ്ങനുണ്ട്? എന്താ? കൊള്ളാം. ഞാനൊരു കാര്യം പറഞ്ഞോ, കൊഴുത്തി പറയാണെന്ന് സാറിന് തോന്നല്ല. സൂപ്പർ സാർ. ഇത്രയും രുചിയുള്ള ഒരു പഴം ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. വാസ്തവ സാർ, സാർ പറഞ്ഞതുപോലെ തന്നെ എന്തൊരു മധുരം ഇതിന്. ഞാൻ ഇന്നേനെ അച്ഛനോട് പറയും, ഞങ്ങളുടെ പറമ്പിൽ ഇനി രാസവളം ഉപയോഗിക്കുകയേ ചെയ്യരുത്. സാറേ, ഇത് മുഴുവൻ ഞങ്ങൾ കഴിച്ചോട്ടെ? ആ, കഴിച്ചോളൂ. ആ, പഴം കഴിക്കുന്ന ഒരു ജോലിയാക്കി മാറ്റണ്ട, ജോലി ചെയ്യുള്ളൂ. വലിയ ജോലിയാ സാർ. അയ്യേ, ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന പഴവും തമ്മിൽ എന്താ ശിശുപാൽ ചേട്ടാ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. വെറുതെ ജൈവവളമൊക്കെ വാങ്ങി കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? രാസവളം ഉപയോഗിച്ചാൽ ഇത് തന്നെ പിന്നെ അല്ലാതെ. എന്തായാലും സാറിനോടൊന്നും പറയാൻ നിക്കണ്ട. ഇത് വെറും സാധാ പഴത്തിന്റെ രുചിയാണെന്ന് പറഞ്ഞാലേ പിന്നെ ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വരും. അതെ. ശിശുപാൽ ചേട്ടാ, ഓഹോ, മോഹനൻ എന്തിനാണ് എന്നോട് ചൂടാവണത്? നീ ഒരാള് കാരണമാണ് എനിക്ക് അങ്ങനെ ഒരു കള്ളം കാണിക്കേണ്ടി വന്നത്. ആളുകളെ നന്നാക്കാനായി ഞാൻ ഓരോന്ന് ചെയ്യുമ്പോ നീ ആയിട്ട് അതങ്ങ് ഇല്ലാതാക്കും. എനിക്ക് മനസ്സിലായില്ല. ഗംഗാധരൻ സാറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന രുചിയുള്ള പഴം ഞാൻ ആഫീസിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നുവെങ്കിൽ രാസവളത്തിന്റെ ദോഷത്തെ പറ്റി മനസ്സിലാക്കി അവരൊക്കെ ജൈവ കൃഷിയിലേക്ക് തിരിഞ്ഞാൻ. പക്ഷേ ഞാൻ മാധവൻകുട്ടിയുടെ കടയിൽ നിന്ന് വാങ്ങിയ പഴമാണല്ലോ കൊണ്ടുപോയത്. അതോടെ അവർ കരുതും എല്ലാ പഴവും ഒരുപോലെയാണെന്ന്. മോഹനൻ എന്തിനാണ് അങ്ങനെ ഒരു കള്ളം കാണിക്കാൻ പോയത്? പഴം തീർന്നു പോയെന്ന് പറഞ്ഞാ പോരായിരുന്നു? ഇന്ന് പഴം കൊണ്ടു ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞിട്ട് കൊണ്ടു ചെല്ലായിരുന്നാൽ എന്റെ മന പോലെ മാന രക്ഷിക്കാൻ എനിക്ക് ആ കള്ളം കാണിക്കേണ്ടി വന്നു. ഭാസ്കരനോ? ഇയാളെന്തെവിടെ? കേസിന്റെ കാര്യം പറയാൻ വല്ല വന്നായിരിക്കും. നീ അല്ലല്ലോ ഭാസ്കരന്റെ കേസ് വാദിക്കുന്നത്. ഞാൻ ചോദിച്ചു നോക്കട്ടെ. നമസ്കാരം വക്കീലേ. നമസ്കാരം. ഭാസ്കരനെതിരെ ശങ്കരൻകുട്ടി ചേട്ടൻ കൊടുത്ത കേസില് പോലീസ് ഭാസ്കരൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഭാസ്കരൻ മുൻകൂർ ജാമ്യത്തിന് ഹർജി കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെന്താണ് ഇപ്പോ ഭാസ്കരൻ ഇവിടെ? ആ ശങ്കരൻകുട്ടി ചേട്ടൻ എന്നെ ചതിച്ചതാ വക്കീലേ. അയാൾ കടത്തുന്ന കാശിന്റെ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തതാ. അതിനൊക്കെ രേഖയുമുണ്ട്. പക്ഷെ അയാൾ പറയുന്നത് ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്നാ. ഇനി 10 പൈസ തരില്ലാന്ന് ഞാൻ പറഞ്ഞപ്പോ അയാൾ കൊണ്ടുപോയി കേസ് കൊടുത്തു. അതാ സംഭവം. സംഭവം എന്താണ് എന്നുള്ളതല്ല പ്രശ്നം. ഭാസ്കരൻ പോലീസ് അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയാണ്. അങ്ങനെ ഒരാൾ എന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് ശരിയല്ല. ഞാനാണ് ഭാസ്കരനെ സഹായിക്കുന്നത് എന്ന് നാട്ടുകാർ എഴുതില്ലേ? അക്കാര്യം പറയാനാ ഞാൻ വന്നത്. ഇന്നലെ മുതൽ എന്നെ സഹായിച്ചത് സാറാണ്.
ഞാനോ? ഇന്നലെ ഒരു ദിവസം പോലീസിന് പിടികൊടുക്കരുതെന്ന് എന്റെ വക്കീല് പറഞ്ഞു. ഞാൻ ചെല്ലാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോലീസ് അന്വേഷിച്ചു. ഗംഗാധർ സാറിന്റെ വീട്ടിൽ വരെ അവർ കയറി ചെന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ ഒളിക്കാൻ ഒരു സ്ഥലമേ ഞാൻ കണ്ടുള്ളൂ, ഈ വീട്. ഇന്നലെ നിങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ അടുക്കളയിലൂടെ അകത്ത് കയറി തട്ടുപുറത്ത് കയറി ഒളിച്ചിരുന്നു. നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് കരുതി ഞാൻ വീണ്ടും അടുക്കളയിൽ കയറി. ചോറും കറി ഒന്നുമില്ലായിരുന്നു. വിശപ്പ് സഹിക്കാതെ വന്നപ്പോ അവിടെ ഇരുന്ന പഴവും ലഡുവും ഞാനെടുത്ത് തിന്നു. ജൈവവളത്തിന്റെ പഴമായിരുന്നു. 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ഹോട്ടലിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. ആ വിശപ്പിൽ അത് മുഴുവൻ ഞാൻ കഴിച്ചു. ഇന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയ. പോയി വക്കീലിനെ കണ്ടുവരും വഴി ഞാൻ വാങ്ങിച്ചതാ ഇത്. ഒരു കിലോ പഴവും 1 ഡസൻ ലഡുവും ഉണ്ട്. എനിക്ക് വിശന്നിരുന്നപ്പോ ഭക്ഷണം കിട്ടിയത് ഇവിടെ നിന്നാണല്ലോ. അപ്പൊ ഇത് തിരിച്ചു തരേണ്ടത് എന്റെ മര്യാദയാണല്ലോ. ചെയ്ത തെറ്റ് ക്ഷമിക്കണം. വേറെ വഴിയില്ലാതായിപ്പോയി. ഞാൻ വരട്ടെ. കൊള്ളാലോ മോഹനട്ടാ. നമ്മളറിയോ നമ്മുടെ ഈ വീട്ടിൽ കയറി താമസിച്ചെന്ന് പറഞ്ഞു. നീയല്ലേ പറഞ്ഞത് ലഡു എടുത്തു കഴിച്ച ഞാനാണെന്ന്? നീ ലഡു കളാന്ന് വിളിക്കുകയും ചെയ്തു. ഇപ്പൊ എന്തായി? പഴം എടുത്തെന്ന് ഞാനൊന്നും മോനോട്ടും പറഞ്ഞില്ലേ? എന്നിട്ടിപ്പോഴോ? പഴം എടുത്ത നീ ആയിരിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. ഞാനത് ചുമ്മാ പറഞ്ഞല്ലേ. മോനോട് ലഡു കഴിക്കില്ലെന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടെ? ഞാനും അത് ചുമ്മാ പറഞ്ഞതാ. എന്നാലും പറയുമ്പോൾ വലിയ പുള്ളികളാണ്. നേർക്ക് നേർ കണ്ടാൽ വഴക്കുണ്ടാക്കാനും അറിയാം. പക്ഷേ വീട്ടിൽ ഒരാൾ ഒളിച്ചു കയറിയതും അടുക്കളയിൽ ഇരുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചതും ഒരു രാത്രി തട്ടിൻ പുറത്ത് കിടന്ന് ഉറങ്ങിയതും അറിയാനുള്ള സാമർഥ്യം ഇല്ലാതായി പോയി ഈ പ്രതിഭാശാലികൾക്ക്. ഭാസ്കരൻ ആള് മാന്യനായതുകൊണ്ട് ഇതിവിടെ തീർന്നു എന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.